തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് മരണമടഞ്ഞ വേണുവിന്റെ ഭാര്യയാണ് നമ്മളോടൊപ്പമുള്ളത്. നാളെ സർക്കാരിന് മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോവുകയാണ്. പ്രാഥമികമായി അവർ പറയുന്നത് ഇക്കാര്യത്തിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല, ചികിത്സ മതിയായ രീതിയിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ തുടക്കം മുതൽ പറയുന്നത് ചികിത്സാ പിഴവ് ഇക്കാര്യത്തിലുണ്ട് എന്നുള്ളതാണ്. ചികിത്സാ പിഴവെന്ന് പറയുമ്പോൾ നമ്മൾ കൊല്ലത്തുനിന്ന് കൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രോപ്പായി 1.66 ആണ്. അവർ വീണ്ടും മരുന്ന് കൊടുത്തിട്ട് പിറ്റേന്ന് 2-ാം തീയതി ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ ഡ്രോപ്പായി എന്ന് പറഞ്ഞാൽ >26.9 ആണ്. അതായത് അസുഖം മാറാനാണോ മരുന്ന് കൊടുത്തത്, അതോ അസുഖം കൂടാനാണോ മരുന്ന് കൊടുത്തത്, ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ അവർ ചെയ്തതെന്നുള്ളത്. ഡോക്ടർമാർ രേഖകൾ സഹിതമാണ് പറയുന്നത്. അതിനകത്ത് പ്രൊസീജിയർ അനുസരിച്ചാണ് തങ്ങൾ ചികിത്സ നടത്തിയത് എന്നുള്ളത്. രണ്ടാമതായി അവർ പറയുന്നത് 24 മണിക്കൂർ, അത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി 24 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് അവിടേക്ക് കൊണ്ടുപോയതെന്നാണ്. രാത്രി 2 മണി സമയത്താണ് പറയുന്നത് ഇങ്ങനെ ചെറിയൊരു വേദനയുണ്ട് എന്ന് പറഞ്ഞത്. രാത്രി 2 മണി സമയത്താണ്. പിറ്റേന്ന് നമ്മൾ 8:30 മുന്നേ തന്നെ ഓരോ ഹോസ്പിറ്റലിലും ഫസ്റ്റ് എയ്ഡ് കൊടുത്താണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയത്. ഇവിടെ എവിടെയാണ് ചികിത്സ പിഴച്ചതെന്ന് എനിക്കറിയില്ല. അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ആൻജിയോഗ്രാം കൊല്ലത്ത് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളെ അങ്ങോട്ട് റെഫർ ചെയ്തത്. അവർക്കത് പറ്റത്തില്ലെങ്കിൽ അവിടെ അപ്പോയിന്റ്മെന്റ് പേഷ്യൻസ് ഉണ്ടായിരുന്ന അവർക്ക് പറയാമായിരുന്നു വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. അതും അവർ പറഞ്ഞിട്ടില്ല. വ്യക്തമായിട്ട് ഒരു കാര്യങ്ങളും എന്നെ അറിയിച്ചിട്ടില്ല. ചികിത്സയുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യവും ഒരു ഘട്ടത്തിൽ പങ്കുവെക്കാൻ മെഡിക്കൽ കോളേജിന് തയ്യാറായിട്ടില്ല. അവിടെ കൊണ്ടുവന്ന സമയം മുതൽ അവിടെ കൊണ്ടുപോയ സമയം മുതൽ എൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ക്രിയാറ്റിൻ കൂടുതലാണ് ഇന്നലെ പറയുന്നു, ക്രിയാറ്റിൻ കൂടുതലാണ് പറഞ്ഞിട്ടില്ല. ക്രിയാറ്റിൻ കൂടുതലായിട്ട് നമുക്ക് ആ റിസൾട്ട് നോക്കുമ്പോൾ അറിയാം കൂടുതലായിട്ടില്ല, 1.6 ഉള്ളൂ. അതുപോലെ തന്നെ ആൻജിയോഗ്രാം ചെയ്യാം എന്ന് പറഞ്ഞ് ആശിപ്പിച്ചിട്ട് ആൻജിയോഗ്രാമും ചെയ്തില്ല. ആൻജിയോഗ്രാം ചെയ്തെങ്കിലല്ലേ എന്താണെന്നുള്ള അറിയാൻ പറ്റും. ഒന്നും ചെയ്തിട്ടില്ല, മരുന്ന് മാത്രം കൊടുത്തു. ഈ മരുന്ന് കൊടുത്തിട്ടും കൂടിയതല്ല, അത് ഒരു തരത്തിൽ കുറഞ്ഞിട്ടില്ല. എന്നിട്ടും അത് പറയാതെ അവസാന സമയത്ത് കൊണ്ടുപോയിട്ട് മരിച്ചിട്ടും എന്നെ കാണിക്കാതെ താഴെ കൊണ്ടുവന്ന് കെട്ടിപ്പോന്ന ശരീരമാണ് എനിക്ക് തന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി അവർ പറയുന്നത് കൂട്ടിരിപ്പുകാരുടെ കൂടി വിശദീകരണം തേടുമെന്നുള്ളതാണ്. അന്ന് കൂട്ടിരുന്നവർക്കെല്ലാം ഇക്കാര്യങ്ങൾ കണ്ടതല്ലേ? തീർച്ചയായിട്ടും കണ്ടതാണ്. കാരണം അവിടെ കിടന്ന് വേദന എടുത്ത് പൊളയുന്ന സമയത്തും ഓരോരുത്തരെ വിളിച്ചിട്ട് പോലും ആരും വരത്തില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമായിരുന്നു. ആരോടെങ്കിലും തിരക്കിയാൽ മതി, അറിയാൻ പറ്റും. കാരണം വെച്ചാൽ ആ മനുഷ്യൻ അത്രയും വേദന കൊണ്ട് അവിടെ കിടന്ന് ബഹളം വെക്കുമ്പോൾ അവിടെ ഇരിക്കുന്നവർ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ ആരെങ്കിലും വേണം. കാരണം ഇങ്ങനെയൊക്കെ പ്രതികരിച്ചുവെങ്കിലും അത്രയ്ക്ക് തീരെ വയ്യായിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് എൻ്റെ വിഷയം. കാരണം ഓരോ സമയം ഡോക്ടർ വരുമ്പോഴും പറയുന്ന അച്ഛന് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോഴും ഞാനും ഓക്കെ കുഴപ്പമില്ലായിരിക്കും, തലവേദനയല്ലേ ഉള്ളൂ എന്ന് ഞാൻ കരുതി. അത് അവരുടെ തന്നെ അനാസ്ഥ തന്നെയാണ്. അല്ലെങ്കിൽ ഡോക്ടർക്ക് വ്യക്തമായിട്ട് ബൈസ്റ്റാൻഡറെ നമ്മൾ നിർത്തുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറോട് പറയാം പുള്ളിയുടെ നില ക്രിട്ടിക്കലാണ്, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ എന്ന് പോലും ചോദിച്ചിട്ടില്ല. ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞത് ഓക്കെയാണ് എന്നാണ് പറഞ്ഞത്. നമ്മൾ കാർഡിയോളജിയിൽ ഒരു ഡോക്ടറെ പോയി കണ്ടപ്പോഴും അവർ പറഞ്ഞു 5 ദിവസത്തെ മരുന്ന് എടുത്തിട്ട് നമുക്ക് പിന്നീട് ചെയ്യാം എന്നാണ് പറഞ്ഞത്. അതും അവർ അവിടെ വിശ്വാസം തന്നത്, അല്ലാതെ അവിടെയും അവരൊന്നും പറഞ്ഞിട്ടില്ല. ഈ മുതിർന്ന ഡോക്ടർമാർ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഘട്ടത്തിൽ സംസാരിക്കാൻ അപ്പോൾ തയ്യാറായിരുന്നോ, അതോ ജൂനിയർ ഡോക്ടർമാരാണോ ആദ്യം മുതൽ തന്നെ കണ്ടത്? മുതിർന്ന ഡോക്ടർമാർ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഞാൻ കണ്ടിട്ടുമില്ല ഡോക്ടറെ തന്നെ. കാർഡിയോളജി OPയിൽ ചെന്നപ്പോൾ ഒരു ഡോക്ടറെ കണ്ടു, ആ ഡോക്ടറെ പിന്നീട് കണ്ടിട്ടുമില്ല. അതുപോലെ തന്നെ അഭിഷേക് എന്ന ഡോക്ടറാണ് പുള്ളിയെ കൺസൾട്ട് ചെയ്തത്. ആ ഡോക്ടറെ ICUവിൽ കയറുന്ന ശേഷം കണ്ടിട്ടുമില്ല. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇതെല്ലാം അനാസ്ഥ തന്നെയാണ്, അവരുടെ ഭാഗത്ത് വന്ന വീഴ്ചകൾ തന്നെയാണ്. ഇല്ലെങ്കിൽ അവർ ഒരു ജീവൻ വെച്ച് അവർ കളിച്ചത്. അവർ തീർച്ചയായിട്ടും അവർക്ക് പറയാമായിരുന്നു, ഇല്ലെങ്കിൽ ഈ പുള്ളിയുടെ നില മോശമാണ്, നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുവന്ന് എൻ്റെ 2 പെൺമക്കളാണ് ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി ഞാൻ രക്ഷ ചെയ്തെങ്കിലും ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഞാൻ കൊണ്ടുപോയി രക്ഷിച്ചത്. എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല? അത് ഇതിൽ ഈ അന്വേഷണ റിപ്പോർട്ട് ഡോക്ടർമാരെ സഹായിക്കുന്നതാണ് എന്ന് തന്നെയാണോ കുടുംബം കരുതുന്നത്? തീർച്ചയായിട്ടും ഡോക്ടർമാരെ സഹായിക്കുവാണ്. എനിക്ക് ഇതിൽ എന്താണെന്നുള്ള സത്യാവസ്ഥ എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഡോക്ടർമാരെ സഹായിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞില്ല, കാരണം എൻ്റെ ഒരു കൂട്ടാണ് ഇവിടെ നഷ്ടപ്പെട്ടത്. എനിക്കത് എന്നും ഒരു തീരാ ദുഃഖം. ഇതെനിക്ക് എന്താണെന്നുള്ള സത്യാവസ്ഥ എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഒരിക്കലും ഇങ്ങനെ ഡോക്ടർമാർ ന്യായീകരിച്ച് പറഞ്ഞിട്ട് കാര്യമേ ഇല്ല ഇതിൽ. എന്നോട് ചേച്ചി ആദ്യ ദിവസം മുതൽ പറയുന്നൊരു വാദം ഡോക്ടർമാരെ കൊടുക്കാനോ അല്ലെങ്കിൽ ഡോക്ടർമാർക്കെതിരെ പ്രതികാരമൊന്നുമല്ല, പക്ഷേ ഇതിനകത്ത് സത്യാവസ്ഥ അറിയണം, വേണുചേട്ടന് പറ്റിയ പോലെ വേറൊരാക്കിന് ജീവിതത്തിൽ ഉണ്ടാവരുത്, അതിനുവേണ്ടിയാണ് ഈ പോരാട്ടം നടത്തുന്നതെന്നാണ്. തീർച്ചയായിട്ടും ഞാൻ ഇവിടെ എത്ര മീഡിയക്കാർ വന്നോ എല്ലാവരും ഞാൻ ഒരേ രീതിയിൽ അന്നും ഇന്നും ഒരു ഒറ്റ പോയിന്റ് പോലും ഞാൻ മാറ്റി പറഞ്ഞിട്ടില്ല. കൃത്യമായിട്ട് ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ നേരിടേണ്ടി വന്ന അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഹസ്ബൻഡിന് നേരിടേണ്ടി വന്ന അനുഭവം അദ്ദേഹം ഇപ്പം ഇല്ല.
എൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. എനിക്കും എൻ്റെ ഭർത്താവിനും നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ ഞാൻ അന്നും ഇന്നും ഒരു പോയിന്റ് പോലും ഇടാൻ ഞാൻ ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത് തന്നെയാണ് സംഭവിച്ചത്. ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞതെല്ലാം സത്യമാണ്. ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. എന്നോട് വേറെ ഒന്നും ഡോക്ടേഴ്സ് പറഞ്ഞിട്ടില്ല, അവസാനം വരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ പറയുന്നത് ഹാർട്ട് ഫെയിലിയർ, അതുപോലും എന്നോട് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. അവർ പറഞ്ഞത് നെഞ്ചിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു, അത് മാറ്റാൻ ശ്രമിക്കുന്നു എന്നാണ്, അല്ലാതെ വേറെ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. എന്തായാലും ആരോഗ്യമന്ത്രി അടക്കം കാണാനാണോ തീരുമാനം? കാരണം ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ തന്നെയാണോ തീരുമാനം? എന്നെ ഇതുവരെ ആ ഭാഗത്ത് നിന്ന് എന്താണെന്ന് വിളിച്ചാരും ചോദിച്ചിട്ടുമില്ല, അന്വേഷിച്ചിട്ടുമില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡോക്ടേഴ്സിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് വീണ്ടും അതൊരു ഇതാകും. നാളെ വീണ്ടും ഇതുപോലെ ഒരുപാട് രോഗികളെ കൊല്ലപ്പെടും. കാരണം ഇത് തന്നെ നമുക്കിപ്പോൾ അറിയത്തില്ല എത്ര രോഗികൾ ഇങ്ങനെ മരണപ്പെട്ടു. ഇവരുടെ അനാസ്ഥ കാലം എത്ര രോഗികൾ മരണപ്പെട്ടു എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. കാരണം പുള്ളി ഒരു മരണമൊഴിയായിട്ട് ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കൊടുത്തത് മാത്രം കൊണ്ടാണ് ഇതിപ്പോൾ പുറത്തു വന്നത്. ഇല്ലെങ്കിലും ഇതുപോലെ മണ്ണടിച്ച് പോയേനെയായിരുന്നു. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇത് അന്വേഷണം നടത്തും, പ്രാഥമിക അന്വേഷണം എല്ലാം പൂർത്തിയായി സർക്കാർ മുമ്പിലേക്ക് റിപ്പോർട്ട് എത്തുകയാണ്. കുടുംബത്തിൽ നിന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ച് ആരെങ്കിലും വിളിച്ചിരുന്നോ? ഏതെങ്കിലും സർക്കാർ വകുപ്പിൽ നിന്ന്? ഈ സർക്കാർ വകുപ്പിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല, എന്നെ ആരും വിളിച്ചിട്ടില്ല. മീഡിയക്കാർ മാത്രമേ വരുന്നുള്ളൂ. അല്ലാതെ എന്ത് സംഭവിച്ചു, എങ്ങനെയായിരുന്നു എന്ന് ഒരു കാര്യങ്ങളും തിരക്കിയിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞില്ല, നായ്ക്കളെ നോക്കുന്ന കണ്ണു, അത് തന്നെയാണ് ഇപ്പോൾ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരാരും ഇതുവരെ എന്നെ ഒന്നും വിളിച്ച് ചോദിച്ചില്ല. എന്നെയോ എന്റെ മക്കളെയോ വിളിച്ച് ചോദിക്കാം, ആരും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന് സഹോദരങ്ങളുണ്ട്, അവരോട് വിളിച്ച് ചോദിക്കാം. ആരെങ്കിലും തിരക്കും, ഇക്കാര്യം തിരക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? തീർച്ചയായിട്ടും ഞാൻ കാരണം ഇത്രയും ഒരു മരണമൊഴി കൊടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുക, ആർക്കെങ്കിലും ഒന്ന് വിളിച്ച് തിരക്കാം. ഒരു മാനുഷിക പരിഗണന കാണിക്കാറുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല. അന്വേഷണം ആരോഗ്യവകുപ്പ് നടത്തുമ്പോഴും കുടുംബത്തിന്റെ നിന്ന് ഒരു വിശദീകരണം തേടാൻ ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ വേണുവിന്റെ ഭാര്യ സിന്ധു മുന്നോട്ട് വെക്കുന്നത്. തങ്ങൾക്കും പറയാനുണ്ട്, അതുകൂടി കേൾക്കാൻ ഈ അന്വേഷണം നടത്തുന്നവർ തയ്യാറാകണം എന്നുകൂടി സിന്ധു വ്യക്തമാക്കുന്നു. കൊല്ലത്തുനിന്ന് ആർ അരുൺ രാജ്, 24.